ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് മക്രോണി വെച്ചിട്ടുള്ള ഒരു കുറുക്കുറു റെസിപ്പിയാണ് കേട്ടോ. ഈ കുറുക്കുറു തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു 1/2 കപ്പ് മക്രോണിയാണ്. മക്രോണി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പാത്രത്തിൽ. ഈ വെള്ളം തിളക്കാനാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മക്രോണിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കപ്പ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് ചേർത്തിട്ടുണ്ട്. ഇനി മക്രോണി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മക്രോണി ഒരു 3/4 ഭാഗം വേവാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് മക്രോണി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വേവാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് വെള്ളം വാർത്തെടുക്കണം. അപ്പോൾ ഞാനതൊരു അരിപ്പയിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ വെള്ളം എല്ലാം പോകണം. എന്നിട്ടാണ് നമ്മൾ കുറുക്കുറു തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി തൊട്ടി പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുകളിലൂടെ പച്ചവെള്ളം ഒഴിച്ചാൽ മതിയാവും കേട്ടോ. ഇനി ഇത് ഫ്രൈ ചെയ്തതിന് മുന്നായിട്ട് ഞാൻ ഇതിലേക്കൊരു കോട്ടിങ് തയ്യാറാക്കട്ടെ. അതിനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മൈദയും 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് മക്രോണിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം പോയ മക്രോണി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കോൺഫ്ലവറും മൈദപ്പൊടിയും ചേർത്തിട്ടുള്ള കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഈ മൈദൻ്റെ കൂട്ടും അതുപോലെ തന്നെ കോൺഫ്ലവറിൻ്റെ കൂട്ടും മക്രോണി നന്നായിട്ട് പിടിപ്പിച്ചെടുക്കണം. എന്നിട്ടാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നന്നായിട്ട് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ചൂടായി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇനി മക്രോണി ഒരു ബ്രൗൺ നിറമാവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഈ മക്രോണി കുറച്ച് സമയം എടുക്കും കേട്ടോ ബ്രൗൺ നിറം ആവാനായിട്ട്. അപ്പോൾ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇടയിലായി ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഒന്ന് ബ്രൗൺ ആകാൻ പണിയാണ്. അപ്പോൾ സമയം എടുക്കും. അപ്പോൾ ഞാനിതാ ഇതുപോലെ ആയതിന് ശേഷമാണ് ഞാൻ അത് മാറ്റുന്നത്. അപ്പോൾ നല്ല ബ്രൗൺ ആയിട്ടില്ല, ഒരു ലൈറ്റ് ബ്രൗൺ ആയപ്പോൾ ഞാൻ അതിലെടുത്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ള വന്ന് ഞാനൊരു 3 വട്ടാക്കിയിട്ടാട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ മൊത്തത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഫ്ലേവറും കൂടി നമുക്ക് ഈ കർമ്മൂലയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ ഞാനങ്ങനെ ചെയ്തത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പോകുന്നത് ഇതിലേക്കൊരു മസാല തയ്യാറാക്കണം. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ടാട്ടോ നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് മതിയാവും. പിന്നെ കുറച്ച് കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്ത് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച കുറുക്കുറു ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ മുളക് പൊടിയും ഉപ്പും അതുപോലെ കായപ്പൊടിയൊക്കെ ഇതിലേക്കൊന്ന് പിടിക്കണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കുറുക്കുറു റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെയും കാണണേ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇൻഷാ അല്ലാഹ് മറ്റൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.